There's also growing buzz around the world on what's been called China+1. It's a strategy where global producers look beyond China to set up manufacturing bases. Can India benefit from that? Let's start, as we always do, with the context. Hi everyone, this is Rinsi from Groww Malayalam channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യ, ചൈന, മാനുഫാക്ചറിങ്, പിന്നെ കുറച്ച് സെക്ടേഴ്സ്, അതുപോലെ തന്നെ കുറച്ച് സ്റ്റോക്സിനെ പറ്റിയും അതുപോലെ തന്നെ ഒരുപാട് നോളജ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. മാനുഫാക്ചറിങ്ങിനെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്നത് ചൈന തന്നെയായിരിക്കും. അപ്പോൾ ചൈന അറിയപ്പെടുന്നത് വേൾഡ്സ് ഫാക്ടറി എന്നാണ്. അപ്പം ഇതിനൊരു സിമ്പിൾ പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റുകളും തന്നെ മെയ്ഡ് ഇൻ ചൈന എന്നുള്ള ടാഗ് നമുക്ക് കാണാം അല്ലേ. ഇനിയിപ്പം വേറെ എവിടെന്നെങ്കിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൽ റോ മെറ്റീരിയൽ സോഴ്സ് ചെയ്തേക്കുന്നത് ചൈനയിൽ നിന്നായിരിക്കും. സ്റ്റാറ്റിസ്റ്റ അതുപോലെ തന്നെ UNDCയുടെ 2019 റിപ്പോർട്ട് പ്രകാരം ചൈനയുടെ ടോട്ടൽ മാനുഫാക്ചറിങ് ഔട്ട്പുട്ട് ഓൾമോസ്റ്റ് അവർ കഴിഞ്ഞിട്ടുള്ള 3 രാജ്യങ്ങളുടെ കമ്പൈൻഡ് കപ്പാസിറ്റിക്ക് ഈക്വൽ ആണ്. അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ലോകം എത്രത്തോളം ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന്. നിങ്ങൾക്കറിയാവോ എന്തുകൊണ്ടാണ് ചൈന വേൾഡ്സ് ഫാക്ടറി എന്ന് അറിയപ്പെടുന്നത്? അപ്പോൾ ഇതിന് കുറച്ച് മെയിൻ റീസൺസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് പറയാം. ചൈനയുടെ സ്ട്രോങ് ബിസിനസ് എക്കോസിസ്റ്റം ആണ്. പിന്നെ അവിടെ റെഗുലാരിറ്റി കംപ്ലയിൻസ് ഒക്കെ ചൈനയിൽ കുറവാണ്. അതുപോലെ ടാക്സ് ഒക്കെ കുറവാണ്. പിന്നെ അവരുടെ പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ലേബർ ഒക്കെ ചീപ്പാണ് അവിടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബൈ ടൈം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിസിനസ് ഒക്കെ ചൈനയിലേക്കുള്ള അവരുടെ എക്സ്പോഷർ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. Zero COVID have brought economic activity to a grinding halt. The crisis in the property sector has dealt the economy a body blow, and now natural disasters, or disasters that appear natural but are indeed man-made, are breaking the back of Chinese economy. Earlier this week, Beijing made an admission. It said the situation is not looking good. COVID-19 ടൈമിൽ ലോക്ക്ഡൗൺ വന്നപ്പം ഇൻഡസ്ട്രീസ് ഒക്കെ ലോക്കൗട്ട് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്ലൈ ഡിസ്റപ്ഷൻസും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു അഡ്വാൻറ്റേജ് ആയ ലോ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൈന പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഫ്ലേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പണപ്പെരുപ്പമൊക്കെ പ്രൊഡക്റ്റുകളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 13 വർഷത്തിൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ഒക്കെ ഹയസ്റ്റ് ലെവലിലാണ് ഇപ്പം. അപ്പോൾ പണ്ടൊക്കെ വളരെ ചെറിയ റേറ്റിൽ കിട്ടിക്കൊണ്ടിരുന്ന റോ മെറ്റീരിയലൊക്കെ ഇപ്പോൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കോണമി റിക്കവർ ചെയ്തെടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിഞ്ഞ പതിറ്റാണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലേബർ കോസ്റ്റ് ഒക്കെ പെട്ടെന്നാണ് കൂടിയേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ലെവലിലേക്കാണ് അത് കൂടിയേക്കുന്നത്. 2022 ലോക്കൽ വർക്കേഴ്സിന് മന്ത്ലി മിനിമം വേജ് കൂട്ടിയിട്ടുണ്ട്. ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ ചൈനയിലെ ആവറേജ് അവർലി മാനുഫാക്ചറിങ് വേജ് $5.5 ആണ്. ഇതേ സമയത്ത് മെക്സിക്കോയിൽ ഇത് $4.5 ആണ്. അപ്പോൾ ഇതുകൂടാതെ ഒരുപാട് സ്ട്രിക്റ്റ് ആയ നിയമങ്ങളും അതുപോലെ തന്നെ കംപ്ലയിൻസ് കോസ്റ്റ് ഒക്കെ കൂടുന്നുണ്ട്. ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത സിറ്റുവേഷൻസ് ആണ് ഉണ്ടാകുന്നത്. അപ്പം ബിസിനസ് ഒക്കെ ചൈനീസ് സപ്ലൈ ചെയിനിൽ സീരിയസ് ഡൗട്ടാണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ UBS സർവേ പ്രകാരം ഏകദേശം 20 മുതൽ 30% ബിസിനസ് ചൈനയെ എക്സിറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് പറയുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഇവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് അതുപോലെ ലേബർ കോസ്റ്റ് ഒക്കെ വളരെ ചീപ്പായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ചൈനയിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പറഞ്ഞ റീസൺസ് കൊണ്ട് തന്നെ നമ്മളിപ്പം കേൾക്കുന്ന ഒരു കാര്യമാണ് China+1 സ്ട്രാറ്റജി. അപ്പം പത്രങ്ങളിലും TVയിലൊക്കെ നമ്മളിപ്പോൾ മിക്കപ്പോഴും കേൾക്കുന്നതാണത്. അതായത് കമ്പനികളിലൊക്കെ ചൈനയിലേക്കുള്ള അവരുടെ ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ വേണ്ടി നോക്കുന്നത്. There are several issues that the country is currently facing with regard to real estate, power, steel production, and not to mention the big crackdown earlier in the year on big tech. There's also growing buzz around the world on what's been called China+1. It's a strategy where global producers look beyond China to set up manufacturing bases. അപ്പം എന്താണ് ആക്ച്വലി China+1 സ്ട്രാറ്റജി? അപ്പോൾ ഇത് കമ്പനികളുടെ ഒരു സ്ട്രാറ്റജിയാണ്. അതായത് കമ്പനികൾ കുറച്ചും കൂടി ഡൈവേഴ്സിഫിക്കേഷൻ ഫോളോ ചെയ്യാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, അതായത് കമ്പനികൾ ചൈനയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറച്ചിട്ട് അത് വേറെ എവിടെയെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് അവർ മാറ്റുവാണ്. അപ്പോൾ ഈ ഒരു പേര് വരാൻ തന്നെ കാരണം അതാണ്. അതായത് China+1 more country. അതാണ് China+1 സ്ട്രാറ്റജി. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യ ഒരു മാനുഫാക്ചറിങ് ഹബ്ബാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്കീമുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ചൈന അതുപോലെ തന്നെ ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടോക്കിൽ ആക്ച്വലി നമുക്ക് ആത്മനിർഭർ ഭാരത് പറയാതെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ആത്മനിർഭർ ഭാരത് അഭിയാൻ അല്ലെങ്കിൽ സെൽഫ് റിലയൻറ്റ് ഇന്ത്യൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ 20 ലക്ഷം കോടി രൂപയുടെ ഒരു പാക്കേജാണ്. അതായത് COVID-19 ക്രൈസിൻ്റെ ടൈമിൽ ഇന്ത്യൻ എക്കോണമീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് മേക്ക് ഇൻ ഇന്ത്യ സ്കീമാണ്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് മേക്ക് ഇൻ ഇന്ത്യ. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുക, ഇന്നോവേഷൻസ് കൊണ്ടുവരിക, സ്കിൽ ഡെവലപ്മെൻറ്റ് എൻഹാൻസ് ചെയ്യുക, അതുപോലെ തന്നെ ബെസ്റ്റ് ഇൻ ക്ലാസ് മാനുഫാക്ചറിങ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ബിൽഡ് ചെയ്തെടുക്കുക. ഇതൊക്കെയായിരുന്നു അവർ ആസ്പയർ ചെയ്തത് ഇതിൽ. അപ്പോൾ 25 സെപ്റ്റംബർ 2022 8 വർഷം കംപ്ലീറ്റ് ചെയ്തത്.
അപ്പോൾ 101 രാജ്യങ്ങളിൽ നിന്ന് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വന്നു, 31 യൂണിയൻ ടെറിട്ടറീസ് അതുപോലെ തന്നെ സ്റ്റേറ്റ്സിൽ, അതുപോലെ തന്നെ രാജ്യത്തിലെ 57 സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്തു. കൂടാതെ ആനുവൽ FDI $83 ബില്യൺ ആയിട്ട് ഡബിൾ ചെയ്തു. അപ്പോൾ ഇന്ത്യയിലെ ടോയ്സിൻ്റെ എക്സ്പോർട്സ് നല്ലൊരു ഗ്രോത്ത് ആണ്. 2013 നിന്ന് ഏപ്രിൽ ടു ഓഗസ്റ്റ് 2022 633% ഗ്രോത്ത് ഉണ്ടായത്. ഇനി ലാസ്റ്റ് വൺ, പ്രൊഡക്റ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം PLI. അപ്പോൾ PLI സ്കീം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം ലോഞ്ച് ചെയ്ത് മാർച്ച് 2020. അപ്പോൾ ഡൊമസ്റ്റിക് മാനുഫാക്ചറിംഗ് സെക്ടർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവിൻ്റെ പാർട്ടായിട്ട് ഈ ഒരു സ്കീമിൽ 5 വർഷത്തേക്ക് എലിജിബിൾ ഫേംസിന് ഇൻസെൻറ്റീവ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. 14 കീ സെക്ടേഴ്സിലായിട്ട് 1.97 lakh crore Indian rupees ആണ് അവർ ഔട്ട്ലേ ചെയ്തേക്കുന്നത്. അപ്പോൾ നാഷണൽ മാനുഫാക്ചറിംഗ് ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ 60 ലക്ഷം പുതിയ ജോലികൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ ഡിസംബർ 2022 13 സ്കീമിൻ്റെ അണ്ടറിലായിട്ട് 650 ആപ്ലിക്കേഷൻസ് അപ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബൾക്ക് ഡ്രഗ്സ്, മെഡിക്കൽ ഡിവൈസസ്, ടെലികോം, വൈറ്റ് ഗുഡ്സ് ആൻഡ് ഫുഡ് പ്രോസസിംഗ് സെക്ടറിൽ 100-ലധികം ബെനിഫിഷ്യറീസ് PLI ബെനിഫിഷ്യറീസിലുണ്ട്. ഇനി ഇവിടെയുള്ള ക്വസ്റ്റ്യൻ, ഇന്ത്യക്ക് +1 അല്ലെങ്കിൽ അടുത്ത ചൈനയാകാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഫേവർ ആയിട്ട് അതുപോലെ തന്നെ എഗനസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇന്ത്യക്ക് എഗനസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് നമുക്ക് നോക്കാം. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടി ഇന്ത്യയായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന വേറെ കുറച്ച് രാജ്യങ്ങളുണ്ട്, ലൈക്ക് ഇപ്പോൾ വിയറ്റ്നാം, തായ്ലൻഡ് ഒക്കെ. അപ്പോൾ കഴിഞ്ഞ 3 വർഷങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ആവറേജ് ആനുവൽ ഗ്രോത്ത് ജസ്റ്റ് 2.5% മാത്രമാണ്. അപ്പം ഇതുവരെ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ പെർഫോമൻസ് ഒക്കെ മോശമാണ്. അപ്പോൾ ഫോറിൻ ഫേംസ് ഒക്കെ ഇന്ത്യയിലേക്ക് പ്രൊഡക്ഷൻ റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ബട്ട് ഇതിനധികം എവിഡൻസ് ഒന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ 10 പതിറ്റാണ്ടിലേക്ക് തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞിട്ടുണ്ട്. GDPയുടെ ഒരു അറൗണ്ട് 2% ആണ്. അപ്പം ഇന്ത്യ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയുന്ന പല ഫേംസിനും ഇന്ത്യയിൽ അൺസക്സസ്ഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിലെ പുതിയ പാർട്ട്ണർഷിപ്പും ഡീൽസ് ഒക്കെ ഇന്ത്യൻ ഒരു അട്രാക്റ്റീവ് മാനുഫാക്ചറിംഗ് ഹബ്ബായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം റിലയബിലിറ്റി, ലോ കോസ്റ്റ്, പിന്നെ നല്ല ക്വാളിറ്റി, അതുപോലെ തന്നെ ടൈമിൽ ഡെലിവർ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ ഗ്ലോബൽ മാർക്കറ്റിൽ സ്ട്രോങ് പ്ലെയർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. ഇപ്പം മെയിൻ മാനുഫാക്ചറിംഗ് സെക്ടേഴ്സ് ലൈക്ക് ഓട്ടോ ആൻഡ് ഓട്ടോ ആൻസിലറീസ്, എഞ്ചിനീയറിംഗ് റിലേറ്റഡ് പ്രൊഡക്ട്സ്, കെമിക്കൽ, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ സെക്ടേഴ്സിലൊക്കെ ഒരുപാട് പുതിയ ഓപ്പർച്യൂണിറ്റികൾ അവൈലബിൾ ആണ്. ബേസിക്കലി ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് തീമിനെ ബേസ് ചെയ്തിട്ടുള്ള 3 സെക്ടേഴ്സ് ആണ്: സ്മാർട്ട് ഫോൺസ്, ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് APIs, അതുപോലെ തന്നെ മെഡിക്കൽ ഡിവൈസസ്. സോ ഈ ഒരു 3 സെക്ടറിൽ നിന്നും $300 ബില്യൺ ഓപ്പർച്യൂണിറ്റി നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയ അത് നമ്മുടെ അടുത്ത പതിറ്റാണ്ടിലേക്ക് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ GDPയിലേക്ക് അത് ബെനിഫിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്പെഷ്യാലിറ്റി കെമിക്കൽസിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടുണ്ടാകുന്ന എക്സ്ക്ലൂസീവ് കെമിക്കൽ കോമ്പൗണ്ട് ആണ്. അപ്പോൾ COVID-19 ഇന്ത്യൻ സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനികൾക്ക് വലിയ ഓപ്പർച്യൂണിറ്റിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സെക്ടറും കൂടി നമ്മളിന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇന്ന് ഈ സെക്ടറുകളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓരോ സെക്ടറിൽ നിന്ന് ഓരോ സ്റ്റോക്ക് വെച്ച് ഞാൻ എടുക്കുന്നതായിരിക്കും എന്ന്. സോ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ സ്മാർട്ട് ഫോൺ മാർക്കറ്റാണ്. അപ്പോൾ ഇന്ന് വേൾഡ് സ്മാർട്ട് ഫോൺ മാർക്കറ്റ് $540 ബില്യൺ ആണ്. അപ്പം ഇതിൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതിൽ 4-1 കാറ്റർ ചെയ്യുന്നത് ചൈനയാണ്, അതായത് ഏകദേശം $130 ബില്യൺ. ഇതേ സമയത്ത് ഈ ഒരു സെഗ്മെന്റിലേക്ക് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ വരുന്നത് ജസ്റ്റ് $6 ബില്യൺ മാത്രമാണ്, അതായത് 1.1% മാത്രം. അപ്പോൾ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് സ്മാർട്ട് ഫോൺ മാർക്കറ്റ് വാല്യൂ വരുന്നത് അറൌണ്ട് $27 ബില്യൺ ആണ്. അതിൽ $16 ബില്യൺ ചൈനയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഗവൺമെൻറ് ഇത് ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രൊഡക്ഷൻ ലിങ്ക് ഇൻസെൻറ്റീവ് സ്കീം ഈ ഒരു ഓപ്പർച്യൂണിറ്റി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി $1.1 ബില്യൺ പെർ ആനം മാറ്റി വെച്ചിട്ടുണ്ട്. ആപ്പിൾ പോലത്തെ ബ്രാൻഡുകളൊക്കെ ചൈനയിലെ ലോക്ക്ഡൗണിൽ സഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ അവരുടെ പ്രസൻസ് ഒക്കെ ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഇന്ത്യയിൽ ഓൾറെഡി $1.3 ബില്യൺ വർത്ത് ഐഫോൺ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിലെ എയർപോർട്ടുകൾ മാനുഫാക്ചർ ചെയ്യുന്നതിന് അവർക്ക് പ്ലാൻ ഉണ്ട്. അപ്പം ബ്ലൂംബർഗ് പ്രകാരം ആപ്പിൾ അവരുടെ പ്രൊഡക്ഷൻ്റെ 25% ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഇയർലി എസ്റ്റിമേറ്റ് വർത്ത് വരുന്നത് അറൌണ്ട് $50 ബില്യൺ ആണ്. പിന്നെ വേറെ കമ്പനികൾ ലൈക്ക് ഇപ്പോൾ ഫോക്സ്കോൺ, വിസ്ട്രോൺ, അതുപോലെ പെഗട്രോൺ ഒക്കെ ഇന്ത്യയിലേക്ക് പ്രൊഡക്ഷൻ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഈവൻ വിവോ, ഓപ്പോ ഒക്കെ ഇന്ത്യയിലേക്ക് മാനുഫാക്ചർ ചെയ്യാൻ അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് വൺ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് APIs. അപ്പം ഇന്ന് ഈ ഒരു സെഗ്മെന്റ് ഗ്ലോബൽ മാർക്കറ്റ് സൈസ് വരുന്നത് $200 ബില്യൺ ആണ്. അപ്പോൾ ചൈന അറൌണ്ട് $90 ബില്യൺ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതായത് ഓവറോൾ മാർക്കറ്റിന്റെ 45%. അപ്പോൾ ഇന്ത്യൻ API മാർക്കറ്റ് വാല്യൂ വരുന്നത് $20 ബില്യൺ ആണ്. അതിൽ $14 ബില്യൺ ചൈനയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ചൈനയെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ത്യ?
ബിക്കോസ് ഇന്ത്യയും ചൈനയും അല്ലാതെ വേറെ ഒരു രാജ്യത്തിനും ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇല്ല. അപ്പോൾ നമ്മുടെ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി വെച്ച് നമുക്ക് നമ്മളൊരു സ്ട്രോങ് സ്പോട്ടിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2021 ഗവൺമെന്റ് $2 billion PLI സ്കീം ലോഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ഇതിനുശേഷം 35 ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിൽ 90% ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത്, മെയിൻലി ചൈനയിൽ നിന്നൊക്കെ. അതൊക്കെ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ ഏകദേശം ഒരു 55 കമ്പനികളോളം ഈ ഒരു സ്കീമിന് ബെനിഫിറ്റ് ചെയ്യും. മാർച്ച് 2022 സ്ട്രെങ്തനിങ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി സ്കീമിന്റെ അണ്ടറിൽ 500 crore rupees ആണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2021-22 സാമ്പത്തിക വർഷം തൊട്ട് 2025-26 വരെ. ഇനി തേർഡ് വൺ വരുന്നത് മെഡിക്കൽ ഡിവൈസസ് ആണ്. അപ്പോൾ ഗ്ലോബൽ സ്കെയിലിൽ മെഡിക്കൽ ഡിവൈസസിന്റെ മാർക്കറ്റ് വാല്യൂ അറൌണ്ട് $650 billion ആണ്. അപ്പോൾ ഇതിൽ $100 billion ചൈനീസ് എക്സ്പോർട്ടാണ്. ഇനി ഇന്ത്യൻ മെഡിക്കൽ ഡിവൈസ് മാർക്കറ്റ് അറൌണ്ട് $12 billion ആണ്. ഇതിൽ $10 billion ഇമ്പോർട്ടാണ്. അതായത് ഇതിൽ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ വെറും $2 billion മാത്രമാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ ഒരു സ്കീമിൽ $2.5 billion PLI സ്കീം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ വലിയ കമ്പനികളായ ബാസ്റ്റർ, അബൌട്ട് ഇന്ത്യ, അതുപോലെ തന്നെ ബോസ്റ്റൺ സയന്റിഫിക് ഒക്കെ ഇന്ത്യൻ ഗവൺമെന്റ് വെബ്സൈറ്റിൽ മേജർ ഇൻവെസ്റ്റർ ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫോർത്ത് വൺ സ്പെഷ്യാലിറ്റി കെമിക്കൽസ്. അപ്പോൾ കഴിഞ്ഞ 20 വർഷങ്ങളിൽ ഗ്ലോബൽ സ്പെഷ്യാലിറ്റി കെമിക്കൽ ഇൻഡസ്ട്രി ഡോമിനേറ്റ് ചെയ്യുന്നത് ചൈന തന്നെയാണ്. അപ്പോൾ ലോകത്തെ ലാർജസ്റ്റ് സ്പെഷ്യാലിറ്റി കെമിക്കൽ മാനുഫാക്ചർ ആണ് ചൈന. പക്ഷേ ഇക്കോളജിക്കൽ ഡാമേജ് മറികടക്കാൻ വേണ്ടിയിട്ട് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി എക്സിറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ എമർജിംഗ് മാർക്കറ്റിനൊക്കെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നേക്കുന്നത്. ഇനിയിപ്പം ഇന്ത്യൻ കെമിക്കൽ ഇൻഡസ്ട്രി അത്യാവശ്യം ഡൈവേഴ്സിഫൈഡ് ആണ്. അപ്പോൾ നമുക്ക് പല സെഗ്മെന്റ്സിലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ ബൾക്ക് കെമിക്കൽസ്, സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, അഗ്രോ കെമിക്കൽസ്, പെട്രോ കെമിക്കൽസ്, പോളിമേഴ്സ്, ഫെർട്ടിലൈസേഴ്സ് എന്നൊക്കെ. ഫൈനാൻഷ്യൽ 2022 ഇന്ത്യൻ കെമിക്കൽ ഇൻഡസ്ട്രി മാർക്കറ്റ് ഏകദേശം $232.6 billion എത്തിയിട്ടുണ്ട്. അപ്പം സ്പെഷ്യാലിറ്റി കെമിക്കൽ സെഗ്മെന്റ്സ് മാത്രം നോക്കുകയാണെങ്കിൽ 2025 ആകുമ്പോഴേക്കും അറൌണ്ട് $40 billion റീച്ച് ചെയ്യും. അപ്പോൾ ഫൈനാൻഷ്യൽ 2015 ടു ഫൈനാൻഷ്യൽ 2021 ഇന്ത്യൻ മാനുഫാക്ചേഴ്സിന്റെ റവന്യൂ അറൌണ്ട് 11% CAGR വളർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലോബൽ സ്പെഷ്യാലിറ്റി കെമിക്കൽ മാർക്കറ്റിൽ അവരുടെ ഷെയർ 3% നിന്ന് 4% കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ടറിൽ ഗവൺമെന്റ് 100% FDI അലോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ PLI സ്കീം അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ മിഷൻ കൊണ്ട് ഈ ഒരു സെക്ടർ ഗ്ലോബൽ സ്കെയിലിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. ഇനി നമുക്ക് ഈ ഒരു സിറ്റുവേഷന് ബെനിഫിറ്റ് ചെയ്യുന്ന 4 സ്പെഷ്യൽ കമ്പനീസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പനികൾ ചൂസ് ചെയ്തേക്കുന്നത് API അതുപോലെ തന്നെ സ്പെഷ്യൽ കെമിക്കൽ സെഗ്മെന്റിൽ നിന്നാണ്. അതുപോലെ തന്നെ മെജോറിറ്റി റവന്യൂ വരുന്നത് എക്സ്പോർട്ടിൽ നിന്നാണ്. അപ്പോൾ സ്മാർട്ട് ഫോൺ അതുപോലെ തന്നെ മെഡിക്കൽ സെഗ്മെന്റിൽ ലിമിറ്റഡ് പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്ലേയേഴ്സിനെയാണ് ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വരുന്നതാണ് ഡിക്സൺ ടെക്നോളജീസ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ സ്മാർട്ട് ഫോൺ എക്സ്പോർട്ടിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഡിക്സൺ ടെക്നോളജീസ് ആണ്. അപ്പോൾ ഡിക്സൺ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ലാർജസ്റ്റ് ഹോം ഗ്രോൺ ഡിസൈൻ ഫോക്കസ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് കമ്പനിയാണ്. അപ്പം ഇവർ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺസ്, ഹോം അപ്ലയൻസ്, CCTV, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, കൺസ്യൂമർ ഡ്യൂറബിൾസ് അതുപോലെ ലൈറ്റിങ്ങിൻ്റെ ഒക്കെ മാനുഫാക്ചറിംഗ് ഇൻവോൾവ് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ 21 മാർച്ച് 2022 പ്രകാരം ഡിക്സന്റെ 29% റവന്യൂ സ്മാർട്ട് ഫോൺ സെഗ്മെന്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കമ്പനിക്ക് 2 ബിസിനസ് മോഡലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്ന് ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ മോഡൽ, അടുത്തത് ഒറിജിനൽ ഡിസൈനിങ് മാനുഫാക്ചർ മോഡലാണ്. അപ്പോൾ ഈ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ മോഡൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചാണ് ഡിക്സൺ പ്രൊഡക്റ്റ് അസംബിൾ ചെയ്യുന്നത്. ഇനി ഒറിജിനൽ ഡിസൈനിങ് മാനുഫാക്ചർ മോഡൽ പ്രൊഡക്റ്റ് ഡിസൈൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, മാനുഫാക്ചറിങ് എല്ലാം ഇൻഹൗസിലാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പ്രൊഫൈൽ ഹെൽത്തി ആണ്. അപ്പോൾ ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള എൻവയോൺമെന്റിലും കമ്പനിക്ക് ഒരു ഫാസ്റ്റ് ഇംപ്രൂവ്മെന്റ് കമ്പനി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് കാരണം കൺസ്യൂമർ ഇലക്ട്രോണിക്സ് അതുപോലെ മൊബൈൽ സെഗ്മെന്റ്സ് തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാം കമ്പനിയുടെ എല്ലാ പാരാമീറ്ററിലും സ്ട്രോങ് ഇംപ്രൂവ്മെന്റ് കാണിച്ചിട്ടുണ്ട്. പിന്നെ കമ്പനിയുടെ വലിയൊരു റിസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കസ്റ്റമർ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അതനുസരിച്ചാണ് അവരുടെ റവന്യൂ വരുന്നത്. കമ്പനിയുടെ മെജോറിറ്റി റവന്യൂ അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി ഒക്കെ അവരുടെ ടോപ്പ് 3 കസ്റ്റമേഴ്സായ ഷവോമി, സാംസങ് അതുപോലെ പാനസോണിക് എന്നാണ് വരുന്നത്. ഇനി സെക്കൻഡ് കമ്പനി ഗ്ലാൻഡ് ഫാർമ. അപ്പോൾ ഗ്ലാൻഡ് ഫാർമ അവരുടെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഗ്ലാൻഡ് ഫാർമ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് അതുപോലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻജെക്റ്റബിൾ ഫോക്കസ് കമ്പനികളിൽ ഒന്നാണ്. അപ്പോൾ കമ്പനിയുടെ ഫുഡ് പ്രിന്റ് 60 രാജ്യങ്ങളായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യൂറോപ്പ്, കാനഡ, ഓസ്ട്രേലിയ, ഇന്ത്യയൊക്കെ. അപ്പോൾ ഫൈനാൻഷ്യൽ 2022 കമ്പനി എക്സ്പോർട്ടിൽ നിന്ന് 86% റവന്യൂ ആണ് ജനറേറ്റ് ചെയ്തേക്കുന്നത്. ഇനി തേർഡ് വൺ വന്ന് ടാസിൻസ് പ്രൊഡക്ട്സ് ലിമിറ്റഡ് ആണ്. അപ്പോൾ മെഡിക്കൽ ഡിവൈസ് സെഗ്മെന്റിൽ നമ്മൾ ടാസിൻസ് പ്രൊഡക്റ്റ് ആണ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ടാസിൻസ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ലാബ്വെയർ കമ്പനിയാണ്. അപ്പോൾ റിസർച്ച്, ഫാർമ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലൈക്ക് ഇപ്പോൾ ബോട്ടിൽസ്, പെട്രി ഡിഷിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന കൺസ്യൂമബിൾസിന്റെ ഡിസൈൻ, ഡെവലപ്മെന്റ്, മാനുഫാക്ചറിങ് അതുപോലെ തന്നെ മാർക്കറ്റിംഗിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ കമ്പനിക്ക് 5 വെർട്ടിക്കലി ഇൻറ്റഗ്രേറ്റഡ് അതുപോലെ ഫുള്ളി ഓട്ടോമേറ്റഡ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ്
വെസ്റ്റ് ബംഗാളിലുണ്ട്. 40-ലധികം രാജ്യങ്ങളിൽ കമ്പനികൾ പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ 2022 കമ്പനി 33% റവന്യൂ എക്സ്പോർട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ 2022 ഫാർമ ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് കൂട്ടിയതുകൊണ്ട് കമ്പനിയുടെ റവന്യൂ 31% കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടാതെ ഗ്ലോബൽ ലബോറട്ടറിയിലേക്ക് ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. മേ ബി പ്രൈവറ്റ് അതുപോലെ തന്നെ പബ്ലിക് ഓർഗനൈസേഷൻസ് ഒക്കെ റിസർച്ച് ആക്ടിവിറ്റീസ് അതുപോലെ ഡയഗ്നോസ്റ്റിക് സർവീസുകൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് കൂടിയതുകൊണ്ടാവാം ഇത്. എന്നാലും വർക്കിംഗ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. അപ്പോൾ കമ്പനിയുടെ ഇൻവെന്ററി ഡേയ്സ് കൂടുതലാണ്. ബിക്കോസ് കമ്പനിക്ക് ഒരുപാട് ഇൻവെന്ററി അവരുടെ അടുത്ത് വെക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പം ഇതിവിടെ പ്രൊക്യൂർമെന്റ് ലീഡ് ടൈമിന് കാരണമാണ്. അതായത് റോ മെറ്റീരിയൽ ഓർഡറിംഗ് തൊട്ട് ഡെലിവറി വരെയുള്ള ടൈം വളരെ കൂടുതലാണെന്ന്. അപ്പം ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് 211 ദിവസമാണ്. അപ്പോൾ ഇതേ സമയത്ത് നമ്മൾ ഇൻഡസ്ട്രി ആവറേജ് നോക്കുകയാണെങ്കിൽ 167 ദിവസമാണ്. സോ ഇൻവെസ്റ്റർ ഇതൊന്ന് മോണിറ്റർ ചെയ്യേണ്ട കാര്യമുണ്ട്. ഇനി ഫോർത്ത് കമ്പനി തത്വചിന്തൻ ഫാർമ കെം ലിമിറ്റഡ്. അപ്പോൾ സ്പെഷ്യാലിറ്റി കെമിക്കൽ സെഗ്മെന്റിലെ ലാസ്റ്റ് കമ്പനിയാണ്. അപ്പോൾ തത്വചിന്തൻ ഫാർമ ലീഡിംഗ് സ്പെഷ്യാലിറ്റി കമ്പനിയാണ്. അപ്പോൾ ഇതിൽ കമ്പനിയുടെ ഫോക്കസ് ഗ്രീൻ കെമിസ്ട്രി ആണ്. അപ്പോൾ ഫൈനാൻഷ്യൽ 2022 കമ്പനിയുടെ റവന്യൂവിൻ്റെ 79% എക്സ്പോർട്ടിൽ നിന്നാണ് വരുന്നത്. ഇന്ന് അവർ സിയോലൈറ്റ് സിന്തസൈസിൽ യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ഡയറക്റ്റിംഗ് ഏജൻസിൻ്റെ ഗ്ലോബൽ മാർക്കറ്റ് ലീഡർ അതുപോലെ ലാർജസ്റ്റ് മാനുഫാക്ചർ ആണ്. അപ്പോൾ ഓട്ടോമോട്ടീവ് സെക്ടറിൽ എമിഷൻ കൺട്രോൾ ചെയ്യാനാണ് ബേസിക്കലി സിയോലൈറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൂടാതെ കമ്പനി അവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിലെ ചില പ്രൊഡക്റ്റുകളുടെയൊക്കെ ലീഡിംഗ് മാനുഫാക്ചറും കൂടിയാണ്. പിന്നെ കമ്പനി അവരുടെ നീഷ് സെഗ്മെന്റിൽ ഒരുപാട് വർഷമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെയിൻ റോ മെറ്റീരിയൽസ് ഒക്കെ ക്രൂഡ് ഓയിൽ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടാകുന്ന വോളറ്റിലിറ്റി മാർജിൻ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ മാനുഫാക്ചറിങ് സിറ്റുവേഷനെ പറ്റിയിട്ടുണ്ടായിരുന്ന ഡിസ്കഷൻ. അതുപോലെ തന്നെ ഇപ്പം ഉണ്ടാകാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റികളിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്ന 4 സ്റ്റോക്സും. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യണം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസും കൂടി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം അതുപോലെ FB ലിങ്കൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ലേറ്റസ്റ്റ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.